SPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയായ 5000 രൂപക്കാണ് മൈലാഡ് മെട്രോസ് സഹലിനെ ടീമിലെത്തിക്കുന്നത്. ലേലത്തിൽ ഒരു ടീമിനുള്ള ആകെ തുക 10000 രൂപയാണെന്നും ഒരു കളിക്കാരന് വേണ്ടി ചെലവഴിക്കാൻ കഴിയുന്ന മാക്സിമം എമൗണ്ട് 8200 രൂപയാണ് എന്നും ഓർക്കുമ്പോഴാണ് ഈ 5000ന്റെ വലിപ്പം മനസ്സിലാവുക. 200 രൂപയിൽ തുടങ്ങി 5000 രൂപ വരെ ഓപ്ഷൻ പാഡിൽ ഓരോ തവണ ഉയർത്തുമ്പോഴും മെട്രോസ് മാനേജ്മെന്റിന്റെ മുഖത്ത് യാതൊരു സന്നിഗ്ധതയും കണ്ടതേയില്ല. ഒടുക്കം 5000 രൂപക്ക് അടിയിൽ ഉറപ്പിക്കുമ്പോൾ അവരുടെ മുഖത്ത് ആശ്വാസത്തിന്റെ ഒരു ചെറു ചിരിയും പടർന്നതായി കണ്ടിരുന്നു. They were confident enough on this bid. SPL സീസൺ 4ലെ 16ാം മത്സരം. റാപ്പിഡോസ് MFCയും യങ് സ്ട്രൈക്കേഴ്സ് കുപ്പാടിത്തറയും തമ്മിലുള്ള പോരാട്ടം. കളിയുടെ ആദ്യ പകുതിയുടെ സിംഹഭാഗവും പിന്നിടുമ്പോൾ സ്കോർ ബോർഡ് ഇപ്പോഴും ഗോൾ രഹിത സമനിലയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മൊമെന്റിലാണ് റാപ്പിഡോസിന്റെ മാനേജർ സുഹേൽ അവരുടെ സൂപ്പർ സബ്സ്റ്റിറ്റ്യൂഷനായി സഹലിനെ കളിക്കളത്തിലേക്ക് ഇറക്കുന്നത്. ഡഗ് ഔട്ടിൽ നിന്നും സെൻട്രൽ ലൈൻ വഴി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സഹലിനോട് കോച്ച് റഫീഖ് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ: സഹലെ സ്കോർ മാറ്റ്. പിന്നീട് കളിക്കളം സാക്ഷ്യം വഹിച്ചത് സഹൽ എന്ന പ്രതിഭയുടെ പൂർണ്ണ ജ്വലനത്തിനാണ്. സെൻട്രൽ ലൈനിൽ നിന്നും വലത് വിങ് വഴി കോർണർ ലൈൻ വരെയുമുള്ള സിംഗിൾ സ്ട്രെച്ച് റൺ, ഇടത്തോട്ട് കട്ട് ചെയ്ത് ഗോൾ പോസ്റ്റിലേക്ക് കുതിക്കും എന്ന് തോന്നിപ്പിച്ചെടുത്ത് നിന്നും ഒരു ഹൈ റേഞ്ച് കിക്ക്. പോസ്റ്റിൽ കാത്തു നിന്ന ഷിജോക്ക് ആ പന്ത് ഗോൾ പോസ്റ്റിലേക്ക് വഴിതിരിച്ചു വിടുക മാത്രമേ ചെയ്യേണ്ടിയിരുന്നുള്ളൂ. രണ്ടാം പകുതി തുടങ്ങി ആദ്യ മിനിറ്റുകളിൽ തന്നെ വീണ്ടും സഹലിന്റെ മിന്നൽ പ്രകടനത്തിന് കളിക്കളം സാക്ഷ്യം വഹിച്ചു. ഗോൾ പോസ്റ്റിൽ നിന്നും ആഷിഖ് നീട്ടി നൽകിയ പന്ത് ചെസ്റ്റിൽ സ്വീകരിച്ച് വായുവിൽ ഉയർന്നു നിൽക്കെ തന്നെ കാലുകളിലേക്ക് പന്തിനെ വാങ്ങി യങ് സ്ട്രൈക്കേഴ്സിന്റെ പ്രതിരോധ നിരയെ വേണ്ടുവോളം കബളിപ്പിച്ചുകൊണ്ട് വീണ്ടും ഷിജോക്ക് പന്ത് പാസ് ചെയ്യുമ്പോൾ ലോക ഫുട്ബോളിന്റെ ഗതകാലങ്ങളിൽ എവിടെയോ കണ്ടുമറന്ന സൗന്ദര്യ ഫുട്ബോളിന്റെ ചടുല നടനം ആ കാലുകളിൽ കാണാമായിരുന്നു. കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ വീണ്ടും സഹലിന്റെ ക്ലീൻ സ്ട്രൈക്ക്. തനിക്ക് നേരെ നീട്ടി നൽകിയ പന്ത് ഒരു വോളി കിക്കിലൂടെ ഗോൾ വലയുടെ വലത് മൂലയിൽ ചെന്ന് പതിച്ചു. ഒടുക്കം ഫൈനൽ വിസിൽ മുഴങ്ങി കളിക്കളം വിടുമ്പോൾ ആരെയും മയക്കുന്ന വശ്യമായ ഒരു പുഞ്ചിരി സഹലിന്റെ വലത് കവിൾക്കോണിൽ പ്രകടമായിരുന്നു. കളിച്ചും കളിമെനഞ്ഞും അയാൾ ഇതിനോടകം തന്നെ കാൽപന്ത് കലയുടെ നിലപാട് തറയിൽ ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രീ ഓപ്ഷൻ അസറ്റായി ഇർഫാദിനെ ടീമിലെത്തിച്ച മൈലാഡ് മെട്രോസ് ഇർഫാദ് സഹൽ കോമ്പിനേഷന്റെ കളി മികവിൽ തന്നെയായിരിക്കണം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് അസഹറുദ്ദീനും റിസ്വാനും എന്നിങ്ങനെ 2 ഓപ്ഷൻ ഉള്ളത് അവർക്ക് അധിക ധൈര്യം തന്നെയാണ്. അസറുദ്ദീനെ നിർണായക ഘട്ടങ്ങളിൽ ഫോർവേഡായും ഉപയോഗിക്കാൻ കഴിയും എന്ന ഒരു മെച്ചവും ഉണ്ട് താനും. ബിഷർ, ബാദുഷാ, സിദ്ദീഖ്, ഷാമിൽ, മിഷാൽ തുടങ്ങി പ്രതിരോധത്തിൽ മാറി മാറി പരീക്ഷണങ്ങൾ നടത്താം. മുനൈഫും ഷാമിലും അജ്നാസും കൂടുതൽ കരുത്ത് നൽകാൻ പര്യാപ്തമായ താരങ്ങളാണ്. ഏത് പൊസിഷനിലും കളിപ്പിക്കാൻ കഴിയുന്ന 5ലേറെ താരങ്ങൾ ഉണ്ട് എന്നതാണ് മൈലാഡ് മെട്രോസ് സ്ക്വാഡ് ഒരുക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ആശ്വാസ ഘടകമായി കാണാൻ സാധ്യത. കടലാസിലെ കണക്കുകൾ കളിക്കളത്തിലും പ്രകടമാവുകയാണെങ്കിൽ തങ്ങളുടെ ആദ്യ സീസണിൽ തന്നെ അത്ഭുതങ്ങൾ രചിക്കാൻ മൈലാഡ് മെട്രോസിന് സാധിക്കും.